സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ പുതിയ ബഡ്ജറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അംഗൻവാടിക്കാരുടെ രോദനം തന്നെയാണ്. ഗൗളി ചലിക്കുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്കൊരു ബോധോദയം ഉണ്ടായത്. ഈ കഴിഞ്ഞ കാലം മുഴുവനും ഞങ്ങൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ ഒരു തിരിച്ചറിവ് വന്നത് ഇപ്പോഴാണ്. ഇനിയും ഏകദേശം ഒരു 26-27 വർഷത്തോളമാകുന്നു ജോലിയിൽ കയറിയിട്ട്. ഒരിടത്തും എത്തില്ല. നിന്ന ആ സ്റ്റാൻഡിൽ തന്നെയാണ് സാമ്പത്തികപരമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത നിലവാരം തട്ടിച്ച് നോക്കിയാൽ ഞങ്ങളിന്നും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരടി മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനിയും വയ്യാനേ, തോറ്റു. കടവും ബാധ്യതയും പ്രശ്നങ്ങളും ഇത് ഒരാളെയല്ല, ഒരു 100-ൽ 99% അംഗൻവാടി പ്രവർത്തകരെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഈ വരുന്ന ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും ഇതിന് ഒരു ഊന്നൽ നൽകും. ഞങ്ങളുടെ അംഗൻവാടിക്കാരുടെ പ്രശ്നത്തിനൊരു ഊന്നൽ നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് കിട്ടുന്ന ഓണറേറിയം മാസത്തിൽ ഒറ്റ തവണയാക്കി തരാനായിട്ട് ശ്രമിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ പലപ്പോഴായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇത്തിരി പൈസ കിട്ടിയാൽ അത് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും ഉപകരിക്കാനായിട്ട് പറ്റാതെ വരുന്നു. അപ്പോൾ ആ തരുന്ന പൈസ ഈ 3 ഗഡുവാകാതെ ഒറ്റ തവണയായിട്ട് തരാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞങ്ങളുടെ ഒരു അല്പം ജോലിഭാരം കുറച്ചാൽ നന്നായിരുന്നു. കൂടാതെ പറയാനുള്ളത് കുഞ്ഞുങ്ങളുടെ ഭക്ഷണ മെനുവിനെ കുറിച്ചാണ്. ഒരു നല്ല മെനു പുതിയതായിട്ട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം അധിക നാളായിട്ടില്ല, ആ ഇറങ്ങിയ മെനു തീരെ മോശമാണ്. ഇനിയെങ്കിലും ഒരു പുതിയ മെനു ഉണ്ടാക്കുമ്പോൾ അംഗൻവാടിക്കാരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട്, ഞങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, അപ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ആരാഞ്ഞ് അതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒരു AC മുറിയിലിരുന്ന് പ്ലാൻ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു അഭിപ്രായം ആരാഞ്ഞ് ചെയ്യേണ്ടതല്ല കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം. അത് ശരിക്കും ഞങ്ങളോട് തന്നെയാണ് സംസാരിക്കേണ്ടത്. പോഷകമൂല്യങ്ങളടങ്ങിയ ഭക്ഷണ രീതികളെക്കുറിച്ച്, ഭക്ഷണ സാധനങ്ങളെക്കുറിച്ച് പറയാം. പക്ഷെ അത് ഏത് രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, എപ്പോഴാണ്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളത് കഴിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഞങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ എത്ര തലമുറകളായിട്ട് മാറി വരുന്ന ഈ കുരുന്നുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പോൾ അവർ ഏത് ഭക്ഷണമാണ് കഴിക്കുക, ഇതുപോലെ വേറിട്ട ഭക്ഷണങ്ങളാകുമ്പോൾ അതെല്ലാവരും കഴിച്ചൊന്നും വരില്ല. പക്ഷെ നമ്മുടെ തനതായ ആഹാര രീതിയുണ്ടല്ലോ, അത് എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കും. പ്രായഭേദമന്യേ എല്ലാവർക്കും പറ്റുന്ന ആഹാരങ്ങളാണ് നമ്മുടെ കേരളീയ തനിമയാർന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ. അതൊക്കെ തന്നെയാണ് കുട്ടികൾ കഴിക്കുന്നത്. പുതിയ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പല ഭക്ഷണ രീതികളും വെറുതെയാണ്, അവർ കഴിക്കില്ല. നമ്മൾക്ക് എന്താ വേണ്ടത്? കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കണം. അളവിലെടുത്തു ഉണ്ടാക്കി കഴിച്ചില്ല, വേസ്റ്റ് ബോക്സിൽ തള്ളാം, ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ നമുക്കതല്ല വേണ്ടത്. കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ വയറ് നിറയണം, അത് കണ്ട് നമ്മുടെ മനസ്സും നിറയണം. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ESI ആനുകൂല്യം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. രോഗശയ്യയിൽ കിടന്നാലും യാതൊരു എത്തിനോട്ടവും ആരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ പറഞ്ഞില്ല, റിട്ടയറായി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതം പിന്നെ വെറുതെ വട്ടപൂജ്യമാണ്. ഒന്നുമില്ല, ആരും തിരിഞ്ഞു നോക്കില്ല. മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കേണ്ട ആ സമയത്ത് നമുക്ക് അതിനും പറ്റിയിട്ടില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ, നല്ല ഭക്ഷണം കൊടുക്കാനോ, നല്ല വസ്ത്രം കൊടുക്കാനോ ഒരു അംഗൻവാടി പ്രവർത്തക മേൽനോട്ടം വഹിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടുംബത്ത് ഇതൊന്നും നടപ്പിലാവില്ല. കുടുംബനാഥ അംഗൻവാടി വർക്കറാണെങ്കിൽ അവിടെ ഇതൊന്നും നടക്കില്ല. എന്നും പഞ്ഞവും പട്ടിണിയും പരിവട്ടവും തന്നെയായിരിക്കും. അല്ലാതെ വീട്ടിൽ എന്തെങ്കിലും മറ്റോ സപ്പോർട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് ബാങ്ക് ബാലൻസ് ആവാം. അതും ഒരു ഭാഗം അങ്ങനെയുമുണ്ട്.
പക്ഷേ സാധാരണക്കാരായ ജനങ്ങളാണ് അധികവും അംഗൻവാടി മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് ആകെ തന്നെ എല്ലാവർക്കും തന്നെ ഈ പലപ്പോഴായി കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നും ആവില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ സർക്കാർ ഇതിന് ഒരല്പം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കണമെന്നൊരു എളിയ അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും